ഗുഡ് മോർണിംഗ് അദിൽ പാലോട്. ഇന്ത്യൻ IT കമ്പനികൾക്കുള്ള ഔട്ട്സോഴ്സിംഗ് അമേരിക്ക നിർത്താൻ പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുമ്പോൾ ഒരു സാധ്യത തെളിയുന്നുണ്ട്, ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുന്നുണ്ട്. ഫോണിൽ വിളിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഒരുപക്ഷെ മോദി അമേരിക്ക സന്ദർശിക്കാനുള്ള ഒരു നീക്കവും ഉണ്ട് എന്നറിയുന്നു. ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട്? അമേരിക്കയ്ക്ക് ഇത് സ്ട്രാറ്റജിക്കായിട്ട് വളരെ വലിയ തിരിച്ചടിയായിരിക്കും ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് തൊട്ടാണ് പ്രശ്നം. എന്തായാലും ട്രംപ് മോദി ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുകയാണോ അദിൽ പാലോട്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ദില്ലിയിൽ നിന്ന് ആ നിലയ്ക്കുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ട്രംപിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നത് ഇന്ത്യക്കാർക്ക് ആകെ അറിയാം, ലോകത്തിനും അറിയാം. അതുകൊണ്ട് ഒരു തവണ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി എന്ന് വെച്ച് അടുത്ത തവണ ചിലപ്പോൾ എന്താണ് പറയുന്നതെന്ന് പ്രതീക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ വെച്ചത് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് ട്രംപിന്റെ പ്രസ്താവനകളെ നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഞാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നിലാണ് ഉള്ളത്. ട്രംപിന്റെ തുടർ പ്രതികരണങ്ങൾ നിരീക്ഷിക്കും. നേരത്തെ തന്നെ ട്രംപിന്റെ ചില പ്രതികരണങ്ങൾ ഇന്ത്യ US-നെ നികുതി കൊണ്ട് ഊറ്റിയെടുക്കുകയായിരുന്നു, ഇന്ത്യ ഖേദിക്കേണ്ടി വരുമെന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപ് മലക്കം പറഞ്ഞത്. മോദി നല്ല നേതാവാണ്, രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സവിശേഷമായ സൗഹൃദമുണ്ട് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുകയും പ്രധാനമന്ത്രി അതിനെ സ്വാഗതം ചെയ്ത് ഉടനെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനി തുടർ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ആലോചിക്കുന്നത്. അതിനുശേഷം ഒരു പോസിറ്റീവായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം നടന്നേക്കും, ടെലഫോണിൽ ഇരുവരും സംസാരിച്ചേക്കും എന്നുള്ളതാണ്. ജൂലൈ മാസമാണ് അവസാനമായി മോദി ട്രംപിനെ ടെലഫോണിൽ സംസാരിച്ചത്. അതിന് പിന്നാലെ കാര്യങ്ങൾ ആകെ മലക്കം മറിഞ്ഞു എന്നുള്ളതാണ്, ആകെ മറിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇനി എന്താണ് സാധ്യത? പ്രധാനമന്ത്രി അങ്ങനെ ഫോണിൽ സംസാരിച്ച ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ആദ്യം പ്രധാനമന്ത്രി പോകും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ പേര് നൽകി. ഏതായാലും അങ്ങനെ കാര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ, ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അമേരിക്കയിലേക്ക് പോയി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും പിഴത്തീരു വിഷയത്തിൽ എന്താകും അവസാന തീരുമാനം എന്നതും വളരെ പ്രധാനമാണ്. ഇത് സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥതല ചർച്ചകൾ തുടരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അരുൺകുമാർ.